CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ബിനോയ് വിശ്വം, ഗുഡ് മോർണിംഗ്. മാധവ ഗാഡ്ഗിൻ്റെ മരണം എന്ന് പറയുന്നത് നമ്മൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള വാർത്തയാണ്. അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട് ഓരോ ദുരന്തം ഉണ്ടാക്കുമ്പോഴും നമ്മെ ഓർമ്മപ്പെടുന്ന കുറേ അധികം കാര്യങ്ങളുണ്ട്. താങ്കൾ ഈ വിയോഗത്തെ എങ്ങനെയാണ് കാണുന്നത്? പ്രകൃതിയെയും മനുഷ്യനെയും തമ്മിലുള്ള പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിനെ പറ്റി ഏറ്റവും ആധികാരികമായി ചിന്തിച്ച, പഠിച്ച, അതേപ്പറ്റിയുള്ള അറിവുകൾ പകർന്നുകൊള്ളുന്ന വലിയ മനുഷ്യചര്യത്താണ് അദ്ദേഹത്തെ ഞാൻ ഓർക്കുന്നത്. അദ്ദേഹത്തിനെ പറ്റി പലരും പറയും പോലെ മനുഷ്യനെ മറന്നുകൊണ്ട് മൃഗങ്ങളെ സ്നേഹിച്ച, അല്ലെങ്കിൽ നഗ്നമായ പരിസ്ഥിതി മൗലികവാദം പറഞ്ഞ ഒരാളായിട്ട് അദ്ദേഹത്തെ പലരും വ്യാഖ്യാനിക്കാറുണ്ട്. ആ വ്യാഖ്യാനം അങ്ങേ തെറ്റാണെന്ന് ഞാൻ പറയട്ടെ. എന്റെ അനുഭവത്തിൽ അതല്ല. അദ്ദേഹം പറഞ്ഞത് എന്താണ്? മാധവ് ഗാഡ്ഗിൽ അധ്യക്ഷനായിട്ടുള്ള കമ്മിറ്റി റിപ്പോർട്ടിന്റെ ഏറ്റവും മൗലികമായ ശുപാർശ, അതിന്റെ അടിസ്ഥാനം അങ്ങേയറ്റത്തെ ജനാധിപത്യവാദമാണെന്ന് ഞാൻ പറയും. ഗാഡ്ഗിൽ റിപ്പോർട്ടിൽ അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം പ്രകൃതിയുടെ നിലനിൽപ്പിന് വേണ്ടിയുള്ള ഞങ്ങളുടെ കാഴ്ചപ്പാടാണ്. പക്ഷേ ഇതിൽ ആത്യന്തികമായ തീരുമാനമെടുക്കേണ്ടത് ഗ്രാമസഭകളാണ്, വേറെ ആരുമല്ല. പണ്ഡിതന്മാരോ വലിയ ആൾക്കാരോ ആരുമല്ല. അദ്ദേഹം പറഞ്ഞത് ഗ്രാമസഭകളുടെ മുമ്പാകെ ഈ ശുപാർശ വയ്ക്കണം. ഈ ഗ്രാമത്തിൽ ഈ റിപ്പോർട്ട് പ്രകാരം ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ഇന്നതാണെന്നും അതിന്റെ കാരണം എന്താണെന്നും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തീരുമാനിക്കേണ്ടത് ജനങ്ങളാണ്. ഗ്രാമസഭ എന്ന് പറഞ്ഞാൽ ആ ഗ്രാമത്തിലെ മുഴുവൻ ജനങ്ങളും ഒന്നിച്ചിരിക്കുന്ന സഭകളാണ്. ആ സഭയ്ക്കാണ് ഈ ശുപാർശകളുടെ എന്തിന്റെയും അവസാന വാക്ക് പറയാനുള്ള അധികാരമെന്ന് കൃത്യമായി പറഞ്ഞ ജനാധിപത്യവാദിയായ ശാസ്ത്രജ്ഞൻ എന്ന് പറയാൻ ഒട്ടും മടിക്കേണ്ട അതായിരുന്നു മാധവ് ഗാഡ്ഗിലെന്ന് എനിക്ക് പറയാൻ പറ്റും. അദ്ദേഹമായിട്ട് ഒരുപാട് തവണ സംസാരിച്ചിട്ടുള്ള, പലപ്പോഴും ഒരുപാട് ആശയങ്ങൾ തന്നിട്ടുള്ള ആളെ അദ്ദേഹത്തെ ഓരോ കൂടിക്കാഴ്ച കഴിയുമ്പോൾ ബഹുമാനം കൂടിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ, കണ്ണും നോക്കിയില്ലാതെ വികസനം എന്ന വാക്ക് മാത്രം പറഞ്ഞുകൊണ്ട് മുമ്പോട്ട് പോയാൽ ഭാവിയിൽ ഇവിടെ വരും തലമുറകൾക്ക് ജീവിക്കാൻ ആവശ്യമായ ഉപേക്ഷ ഇല്ലാതായി പോകും എന്ന ഭയപ്പാട്, ആശങ്ക അദ്ദേഹം എപ്പോഴും പങ്കുവച്ചിരുന്നു. അവർക്ക് കുടിവെള്ളം വേണം, ശുദ്ധമായ കുടിവെള്ളം വേണം, ശുദ്ധവായു വേണം, അവർക്ക് ഇടിഞ്ഞു വീഴാത്ത, തകർന്നു പോകാത്ത, കാട്ടുനിൽക്കുള്ള മണ്ണ് വേണം. ഇതാണ് അദ്ദേഹം പറഞ്ഞതിന്റെ മൗലികമായ സത്ത. അതാവശ്യമല്ലേ? അദ്ദേഹം പറഞ്ഞു, ലോലമായ പ്രകൃതിയാണ്, പ്രത്യേകിച്ചും പശ്ചിമഘട്ട മേഖലയിൽ അങ്ങേയറ്റം ലോലമായ പ്രകൃതിയാണുള്ളത്. ആ പ്രകൃതിയെ മാനിച്ചുകൊണ്ട് മാത്രമേ നമ്മൾ മുമ്പോട്ട് പോകാവൂ. അങ്ങനെ പോകുമ്പോൾ അദ്ദേഹം പശ്ചിമഘട്ടത്തെ സോൺ 1, 2, 3 എന്ന് വേർതിരിച്ചുകൊണ്ട് ഓരോ സോണിലും എന്തെല്ലാം ചെയ്യാൻ പറ്റും, എന്തെല്ലാം അനുവദനീയമല്ല എന്ന് പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. അതെല്ലാം പറഞ്ഞത് ഈ പ്രകൃതി സംരക്ഷിക്കാൻ വേണ്ടിയാണ്, ഇല്ലാതാക്കാൻ വേണ്ടിയല്ല. ഈ പ്രകൃതി ഇല്ലെങ്കിൽ മനുഷ്യവാസം സാധ്യമല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. മനുഷ്യനെ വസിക്കാൻ തക്ക ഒന്നാക്കി ഭൂമിയെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള കാഴ്ചപ്പാട് മുറുകെപ്പിടിച്ചുകൊണ്ട്, ശാസ്ത്രീയമായി അതിനെ വ്യാഖ്യാനിക്കാൻ ശ്രമിച്ചുകൊണ്ട്, ശാസ്ത്രത്തെയും പ്രകൃതിയെയും മനുഷ്യനെയും തമ്മിൽ ഒരുമിച്ച് കണ്ടുകൊണ്ട് മുമ്പോട്ട് പോകാൻ ശ്രമിച്ച ഒരു വലിയ മനുഷ്യചര്യയാണ് മാധവ് ഗാഡ്ഗിലിന്റെ നിര്യാണത്തോടെ നഷ്ടമായിരിക്കുന്നത്. അത്രയും നന്മയുള്ള, എളിമയുള്ള, സ്നേഹമുള്ള ഒരു വലിയ മനുഷ്യന്റെ ഒരുപാട് തീർച്ചയായിട്ടും ഇന്ത്യയിലെ ശാസ്ത്രലോകത്തിനും പരിസ്ഥിതിവാദത്തിനും മനുഷ്യസ്നേഹത്തിനും എല്ലാമുള്ള നഷ്ടമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്ക് മുമ്പിൽ ഞാൻ ആദരവോടുകൂടി തലകുനിക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.